SKN40 രണ്ടാം ഘട്ടം ജ്യോതിർഗമയ തുടരുകയാണ്. വിജയകുമാർ, നമ്മുടെ ഇനി യാത്ര എങ്ങോട്ടാണ്? നമുക്ക് ഒരിക്കൽ കൂടി കോട്ടൺ ഹിൽ സ്കൂളിലേക്ക് പോകണം. അവിടെ ഉദ്ഘാടന സമ്മേളനം. അവിടെ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യരുടെ പ്രസംഗമുണ്ട്. പ്രസംഗം മാത്രമല്ല, മനോഹരമായ ഒരു പാട്ടും കൂടി ആ വേദിയിൽ ഡോക്ടർ ദിവ്യ എസ് അയ്യർ നടത്തിയിരുന്നു. ആ പാട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ നമ്മൾ പറയണ്ട, അത് നല്ല വൃത്തിയായിട്ട് പാടുന്നുണ്ട് ദിവ്യ. അത് നമുക്ക് കേൾക്കാം, ആ പ്രസംഗവും കേൾക്കാം. കരിമിഴി കുരുവിയെ കണ്ടില്ല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല. കാവിൽ വന്നില്ല, പൂരം കണ്ടില്ല, മേളക്കൈകൊട്ടും മേളവും കേട്ടില്ല. കരിമിഴി കുരുവിയെ കണ്ടില്ല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല. അപ്പം എല്ലാവർക്കും ഇഷ്ടമാണോ ഈ പാട്ട്? ഇഷ്ടമാണ്. ആ പാട്ട് ഞാൻ ഇപ്പം പാടിയതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? അതിൽ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്. കരിമിഴി കുരുവിയേയും കണ്ടില്ല, അല്ലേ, ചിരിമണി ചിലമ്പൊലിയും കേട്ടില്ല, പൂരവും കണ്ടില്ല, മേളവും കേട്ടില്ല, കാവിലും പോയില്ല, ഒന്നും ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇന്ന് ലഹരിക്ക് അടിമയായി മാറുന്നത്. പണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്, അല്ലേ? ഇന്ന് വഴി കൂടെ സ്കൂളിലേക്ക് വരുമ്പോൾ എത്ര പേരാണ് വഴിയിലുള്ള കിളികളെയും കുരുകളെയൊക്കെ കണ്ടത്? കാണാറുണ്ടോ? കുറച്ച് കൈകളെങ്കിലും പോകുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ പണ്ട് കാലത്ത് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. പണ്ട് കാലത്ത് എന്ന് ഞാൻ പറയുമ്പോൾ പഴയ തലമുറയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ മോനിപ്പോൾ 6 വയസ്സായി. അവന് ജനിച്ച സമയം മുതൽ ഏറ്റവും അധികം അവനെ ആവേശം കൊള്ളിക്കുന്നത് വീട്ടിൽ വന്നു പോകുന്ന പല്ലികളും പുഴുക്കളും പൂമ്പാറ്റകളും ഒക്കെയാണ്. പ്രകൃതി എന്നുള്ള ഒരു മായാജാലത്തിൽ ഇങ്ങനെ നമ്മളൊക്കെ ഒരുപാട് കൗതുകം പൂണ്ടാണ് ജീവിച്ചിരുന്നത് ചെറുപ്പകാലത്തിൽ. പക്ഷെ വളർന്ന് വളർന്ന് വലുതാകുമ്പോൾ പാട്ടിൽ പറയുന്ന പോലെ കുരുവിയും കണ്ടില്ല, പൂരത്തിനും പോയില്ല, മേളവും കേട്ടില്ല, ഒന്നും ചെയ്യാണ്ടായി. ഫോണെന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ക്രീനുകൾ എന്ന് പറയുന്ന ഒരു വലയത്തിനുള്ളിൽ നമ്മളിങ്ങനെ പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നിന്നുമൊക്കെ മാറി നമ്മുടെ സ്വാഭാവികതയിലേക്ക് നമുക്ക് എന്നാണോ മാറാൻ സാധിക്കുന്നത്, അന്ന് തന്നെ നമ്മൾ ഒരു മയക്കുമരുന്നിനും അടിമപ്പെടില്ല എന്നുള്ള ഒരു വാഗ്ദാനം നമുക്ക് തന്നെ സ്വയം നൽകാനായിട്ട് സാധിക്കും. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കരുതുന്നുണ്ടോ ലഹരി മരുന്നോ മയക്കുമരുന്നോ ഉപയോഗിക്കുന്നത് അപകടരഹിതമാണ് എന്ന്? ഉണ്ടോ? ഇല്ല. അപ്പം എല്ലാവർക്കും അറിയാം അത് അപകടകരമാണെന്നുള്ളത്, അല്ലേ? എങ്കിലും കുറച്ച് പേരെങ്കിലും അറിഞ്ഞും അറിയാതെയുമൊക്കെ അതിൻ്റെ ഈ കെണിയിൽ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പം അതെന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യത്തിനാണ് ഇവിടെ ഏറ്റവും അധികം പ്രസക്തി ഉള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് സാധാരണഗതിയിൽ 3 തരത്തിലാണ് ഈ ഒരു കെണിയിൽ നമ്മൾ പെട്ടുപോകുന്നത് എന്ന് പറയാൻ സാധിക്കും. ആദ്യം ഉണ്ടാകുന്നത് ആസക്തി. എന്താണ്? ഒരു അട്രാക്ഷൻ എന്ന് നമ്മൾ പറയും. അത് മരുന്നിനോട് തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ ഒരാളിനോടായിരിക്കും അട്രാക്ഷൻ, ചിലപ്പോൾ ഒരു നിറത്തിനോടായിരിക്കും അട്രാക്ഷൻ, ചിലപ്പോൾ സംഗീതത്തിനോടായിരിക്കും അട്രാക്ഷൻ, ചിലപ്പോൾ ഒരു പുസ്തകത്തിനോടായിരിക്കും ഒരു അട്രാക്ഷൻ, ഒരു വിനോദത്തിനോടായിരിക്കും ഒരു എന്തിനോടുമാകാം, അല്ലേ? അപ്പോൾ ആ ആസക്തി എന്തിലേക്കാണ് നമ്മൾ വഴിതിരിച്ച് വിടുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തത്, ആസക്തിയിൽ നിന്നും അത് അടുത്ത പടിയായി ചിലപ്പോൾ ആശ്രിതത്വത്തിലേക്ക് പോകും. അതും എന്താണ്? ഡിപ്പെൻഡൻസി. അട്രാക്ഷൻ എന്നുള്ളതും അതിനുശേഷം അടുത്ത പടിയായിട്ട് അത് ഡിപ്പെൻഡൻസി എന്നുള്ളതായിട്ട് മാറും. അപ്പോൾ ഈ ആശ്രിതത്വത്തിലേക്ക് വരുമ്പോൾ അതില്ലെങ്കിൽ ഒരു വലിയ പ്രയാസമാണ് എന്നുള്ള ഒരു തരത്തിലേക്ക് നമ്മൾ ആയിപ്പോകും. ഇതും കഴിഞ്ഞ് അടുത്ത ഒരു പടിയുണ്ട്. അതെന്താണ്? അതാണ് നമ്മളെല്ലാവരും പറയുന്ന അഡിക്ഷൻ എന്നുള്ളത്. ഒരു അടിമപ്പെടൽ അല്ലെങ്കിൽ അടിമവൽക്കരണം എന്നുള്ളത്. അതിന് നമ്മൾ പൂർണ്ണമായും അടിമയായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 പടിയിലൂടെ കടന്നു പോകുമ്പോൾ അടിമയായി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതവും സ്വന്തം സ്വപ്നങ്ങളും എല്ലാം അതിന് അടിയറവ് വെക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ സംഗതി വലിയ പ്രശ്നമാണ്, അല്ലേ? അപ്പോൾ ഇത് ഏതിനോടാണെങ്കിലും, ജീവിതത്തിൽ ഏതിനോടാണെങ്കിലും, ലഹരിയെന്നോ മയക്കുമരുന്നെന്നോ ഒന്നുമല്ല, ഏതിനോടാണെങ്കിലും ഈ പറയുന്ന 3ാമത്തെ ഘട്ടത്തിലേക്ക് കയറാതിരിക്കുക. ഒന്നിനോടും
അടിമപ്പെടൽ എന്നുള്ളത് സംഭവിക്കാതിരിക്കട്ടെ നിങ്ങൾക്ക് ആർക്കും ജീവിതത്തിൽ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അപ്പം ആദ്യത്തെ 2 എങ്ങനെയാണ് ക്രോഡീകരിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത് എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അപകടകാരികളായിട്ടുള്ള പദാർത്ഥങ്ങളിൽ നിന്നും നമുക്ക് വേറിട്ട് നിൽക്കാൻ സാധിക്കും. അപ്പം അതിന് പരസ്പരം കൈത്താങ്ങായി നിൽക്കണം എന്നുള്ളതിനൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് 24-ൻ്റെ ജ്യോതിർഗമയ എന്നാണ് ഞാൻ കാണുന്നത്. ഈ 1000 വിദ്യാലയങ്ങളിൽ നമ്മുടെ ടീം പോയി അവരുമായി സംവദിച്ച് അവരുടെ പ്രശ്നങ്ങളും ഒപ്പം അവരുടെ മേന്മകളും എല്ലാം ലോകത്തിനോട് പങ്കുവെക്കുമ്പോൾ ഒരു വലിയ ഒരു മൂവ്മെൻ്റ് ആയിട്ടത് മാറുകയാണ് അല്ലേ. നമ്മൾ ഒരു വ്യക്തി വിചാരിക്കുന്നതും 1000 വ്യക്തികൾ വിചാരിക്കുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊരു വലിയ മൂവ്മെൻ്റ് ആയിട്ട് മാറട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. എന്നും 24-യുമായും ഒപ്പം ജ്യോതിർഗമയുമായും ഞങ്ങളുടെ ആദ്യത്തെ SKNet40-യുടെ ആരംഭഘട്ടത്തിൽ ഫസ്റ്റ് ഫേസിൽ ആദ്യം ആരംഭിച്ചത് വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നായിരുന്നു. അപ്പോൾ ഇന്ന് വീണ്ടും സെക്കൻഡ് ഫേസിലും ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ശോഭനീയമായിട്ടുള്ള ഒരു ഭാവി നമുക്ക് തന്നെ നമ്മൾ സൃഷ്ടിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ ജ്യോതിർഗമയിൽ പങ്കാളികളാവുന്നതിൽ അഭിമാനിക്കാമെന്ന് മാത്രം പറയുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.